പ്രകൃതി സൗന്ദര്യം കൊണ്ട് സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കുന്ന ഒരു കൂട്ടം ദ്വീപുകളുണ്ട് കൊച്ചിയിൽ. നഗരഹൃദയത്തിനടുത്ത് ഗ്രാമഭംഗി ഒരുക്കുന്ന പിഴലയടക്കമുള്ള ഈ ദ്വീപുകൾ ഒരു ദിവസം ചിലവിടാനുള്ളതല്ല, അതിനപ്പുറത്തേക്ക് കാത്തുവച്ചിട്ടുണ്ട്. ടൂറിസം വികസനത്തിന് ഏറെ സാധ്യതകളുള്ള ഈ ദ്വീപുകൾക്കായി പദ്ധതികൾ തയ്യാറാക്കുന്നുവെന്ന് ടൂറിസം വകുപ്പ് പറയുന്നുണ്ട്. കൊച്ചി പിഴലയിൽ നിന്ന് ക്രിസ്റ്റിന ചെറിയാനും അഫ്സലും തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരു ബാഗും തൂക്കി രാവിലെ ഇവിടെ വന്ന് നിൽക്കാൻ ആർക്കും പറ്റും, പക്ഷെ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യല്ലേ. ഇനി നമ്മളെ തർക്കം കാണാനല്ല പ്രേക്ഷകരിരിക്കുന്നത്, പ്രേക്ഷകർക്കായിട്ട് കുറച്ച് കാഴ്ചകൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ആ സസ്പെൻസ് പൊളിക്കുകയാണ്. അങ്ങനെ എറണാകുളത്തെ അതിമനോഹരമായ കുറച്ച് ദ്വീപുകളുടെ സംഗമത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? പിഴല ദ്വീപുണ്ട്, കൊച്ചു കടമക്കുടിയുണ്ട്, അങ്ങനെ ഒരു 14ഓളം ദ്വീപുകളുണ്ട്. ഇവിടെ മീൻകൂടുകളുണ്ട്, പൊക്കാളി കൃഷിയുണ്ട്, ചീനമലകളുണ്ട്, മനോഹരമായ പുഴകളുണ്ട്. പ്രകൃതി ഇങ്ങനെ കനിഞ്ഞ് അനുഗ്രഹിച്ചു. ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും എറണാകുളത്ത് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ കടമക്കുടിയിലോട്ട് അല്ലെങ്കിൽ പിഴല പാലത്തിലോട്ട് എത്തേണ്ടത് എന്ന് ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ആദ്യം എങ്ങോട്ട് പോകണം? അഫ്സ പറഞ്ഞോ. ചീനമല പോവാം. ചീനമല കാണാം. അപ്പോൾ ഈ ചീനമലകൾ എന്താണ്, ഈ ചീനമലകളെ കുറച്ചും കൂടെ അടുത്ത് നമുക്കൊന്ന് കാണാം അല്ലേ? കണ്ടെയ്നർ റോഡിലെ പാലം അതിഗംഭീരം. എല്ലാ വശ്യതയോടും കൂടി അണിഞ്ഞൊരുങ്ങിയ പ്രകൃതിയെ ചേർത്ത് പിടിച്ചങ്ങ് നിൽക്കുകയാണ് ഈ പാലം. ഒട്ടും കൃത്രിമമല്ലാത്ത മനോഹാരിത അങ്ങ് പരന്നു കിടക്കുമ്പോൾ ഇവിടെയൊന്നിറങ്ങാതെ പോകാൻ സഹൃദയർക്കാകില്ല. മുകളിലേക്ക് നോക്കിയാൽ വെള്ളിമേഘങ്ങൾ അങ്ങ് മാടി വിളിക്കുകയാണ്. പല പാറ്റേണുകളിൽ ഏറ്റവും ആകർഷകമായ വസ്ത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു വസ്ത്രശാലയെപ്പോലെ സഞ്ചാരികൾക്ക് മുന്നിൽ ചിരി പൊഴിച്ചുകൊണ്ട്. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമൊക്കെ ആകാശത്തിന്റെ മൊഞ്ചും നിറവും ഭാവവും ഒക്കെ മാറും. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുഴുവൻ ഈ പാലത്തിൽ നിന്നാലും ആകാശമൊരുക്കുന്നത് ആവർത്തന വിരസതയില്ലാത്ത ആകർഷണീയതയാണ്. മാനം നോക്കി മറന്നു നിൽക്കുമ്പോൾ എന്നെ ഒന്ന് നോക്കൂ എന്ന് മാടി വിളിക്കുന്ന പുഴ. പതഞ്ഞൊഴുകുന്ന വെള്ളപ്പുടവയ്ക്ക് ഫ്രില്ല് വെച്ചതുപോലെ ഇരുവശത്തും മരക്കൂട്ടങ്ങൾ. പുഴയ്ക്ക് പാദസരമായി അങ്ങിങ്ങായി ചീനവലകൾ. പുഴയെയും കരയെയും കൈകളിൽ ഒതുക്കി കണ്ടൽക്കാടുകൾ. ഇടയ്ക്കിടെ വന്നു പോകുന്ന ചെറുവള്ളങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പോൾ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് പോവുകയാണ്. മനോഹരമായ ഒരു വഞ്ചിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം പാസ്കലേറ്ററാണ് നമ്മൾ ഈ ചീനവലയൊക്കെ കൊണ്ടുപോയിട്ട് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് പോവാം. എവിടെ കണ്ണുടക്കണമെന്ന് കൺഫ്യൂഷനിലായി പോകുന്ന അവസ്ഥ. ഒട്ടും മായമില്ലാത്ത പ്രകൃതി സൗന്ദര്യത്തിന്റെ നിരവധി ഫ്രെയിമുകൾ അങ്ങനെ നിൽക്കുമ്പോൾ ഈ ചന്തത്തിന് കണ്ണേറ് തട്ടല്ലേ എന്ന് അറിയാതെ പറഞ്ഞു പോകും. എല്ലാ സൗകര്യങ്ങളുമുള്ള റോഡാണ് പിഴലയിലേക്ക് നയിക്കുന്നത്. കൊടുത്ത വാക്ക് പിഴല ദ്വീപ് വികസന അതോറിറ്റി പാലിച്ചു. പാലം വരെ സുന്ദരമായി
100 കിലോമീറ്റർ സ്പീഡിൽ വരെ സുഖമായി യാത്ര ചെയ്യാം. എന്നാൽ പിഴലക്കാർക്ക് സഞ്ചാര സൗകര്യം ഇപ്പോഴും ദുഷ്കരമാണ്. കണ്ടെയ്നർ റോഡിന്റെ ഭാഗം കഴിഞ്ഞാൽ ആഡംബരങ്ങളിൽ നിന്ന് പ്രാരാബ്ധങ്ങളിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ്. ദ്വീപുവാസികൾക്ക് വീടുകളിലെത്താൻ പൊട്ടിപ്പൊളിഞ്ഞ് ഇടുങ്ങിയ മൺപാതകളാണുള്ളത്. വിനോദസഞ്ചാരികൾക്ക് എത്തിപ്പെടാൻ കുറച്ചുകൂടി മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. ടൂറിസം വികസനത്തിൽ പ്രദേശവാസികൾക്ക് പ്രതീക്ഷകളും ആശങ്കകളുമുണ്ട്. നേരത്തെ ബോട്ട്, വഞ്ചിയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ സഞ്ചാരം. ഇപ്പം പാലങ്ങളൊക്കെ വന്നുകൊണ്ട് വണ്ടികളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഞങ്ങളുടെ ജീവിതമാർഗം ചീനവല, ചെമ്മിക്കെട്ട്. 6 മാസം ആണ് ചെമ്മിക്കെട്ടിൻ്റെ കാലാവധി. അത് കഴിഞ്ഞാൽ പിന്നെ പൊക്കാളി കൃഷി, വളമില്ലാത്ത കൃഷിയാണത്. കായലിനരികെ കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ എന്ന് മേപ്പള്ളി ബാലചന്ദ്രന്റെ പാട്ടിൽ പറയും പോലെ ഈ മേഖലയിൽ കച്ചവട സാധ്യതകളും ഏറെയാണ്. വിനോദം തേടിയെത്തുന്നവർക്ക് നല്ല ഭക്ഷണവും പാനീയങ്ങളും തിരികെ മടങ്ങുമ്പോൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ലൊട്ടുലൊടുക്ക് സാധനങ്ങളും ഒക്കെ ഇവിടെ നന്നായി വിറ്റഴിയും. ആ മട്ടിലും മാറ്റങ്ങൾ വരാനുണ്ട്. രണ്ടായിരത്തി 2018 വെള്ളപ്പൊക്കത്തിൽ വലഞ്ഞ ദ്വീപുവാസികൾക്ക് ഒരു പാലം നിർമ്മിച്ചു നൽകുമെന്ന് നേവി വാഗ്ദാനം ചെയ്തിരുന്നു. 2020 ഏപ്രിൽ മാസത്തിൽ പാലം യാഥാർത്ഥ്യമായി. സുന്ദരമായ സ്റ്റീൽ ആർച്ച് പാലം എന്നതോടെ ചെറിയ കടമക്കുടിയും പുറം ലോകവുമായുള്ള ബന്ധം ഫെറിയും ബോട്ടുമില്ലാതെ സാധ്യമായി. നാവിക പാലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെ. നാവിക പാലം റീനോവേറ്റഡ് ബൈ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നേവി നല്ലൊരു കാര്യമാണ് ഈ പ്രദേശവാസികൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. പിഴലയിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. പിഴല ഇനിയും വികസിക്കേണ്ടതുണ്ട്. മറ്റൊരു സ്ഥലത്തെ വിശേഷവുമായി റൈഡിംഗ് റിപ്പോർട്ടറിൽ നമുക്ക് വീണ്ടും കാണാം. ക്യാമറമാൻ വിനിൽ കാശിക്കും ഗോപനും ക്രിസ്റ്റീന ചെറിയാനുമൊപ്പം അഫ്സൽ. ബൈ. ആ അതിമനോഹരമായ ദൃശ്യങ്ങളിൽ കണ്ണുടക്കിയിരിക്കുകയാണ് പ്രേക്ഷകരെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അത്ര ഭംഗിയാണ്. നേരിൽ കാണാൻ ഇതിലും മനോഹരമാണ് പിഴല. അത് അവിടെ കുറേ ദ്വീപ് സമൂഹങ്ങളുണ്ട്, കുറേ കൊച്ചു കൊച്ചു ദ്വീപുകൾ. പലയിടത്തേക്ക് അങ്ങനെ വാഹനങ്ങൾ പോയില്ല, നടന്നൊക്കെ പോകേണ്ടതുണ്ട്. അതിനിടയിൽ ഒരാൾ ചോദിക്കുന്നതാണ് കണ്ടെയ്നർ റോഡിലാണ്. അതായത് കണ്ടെയ്നർ റോഡിലാണ്. കളമശ്ശേരിയിൽ നിന്ന് വന്നാൽ മൂലംപള്ളി എന്നൊരു ബോർഡ് കാണാം. ആ ബോർഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് യു ടേൺ, ദെൻ ലെഫ്റ്റ്. ഇനി നിങ്ങൾ വല്ലാർപാടം സൈഡിൽ നിന്നാണ് വരുന്നതെങ്കിൽ മൂലംപള്ളി എന്ന ബോർഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെഫ്റ്റ്. അതാണ് ഈ പിഴല പാലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു മനോഹരമായ കാഴ്ചകളാണ്. രാത്രിയാണെങ്കിൽ പോലും ചീനവലകളൊക്കെ സജീവമായിരിക്കും. അവിടെ മീൻപിടുത്തവും ഒക്കെ ആയിട്ട് അവരുടെ കൊച്ചിക്കാരുടെ, ഇത് റിയൽ കൊച്ചി അല്ലെങ്കിൽ ഇവിടുത്തെ മത്സ്യബന്ധന ജീവിതവും ഒക്കെ ശരിക്കും കാണാൻ പറ്റുന്നൊരിടമാണ് പിഴല. അതിൽ മറക്കാതെ കാണുക. ഈ സ്റ്റോറിയിൽ നിങ്ങൾ കണ്ട അഫ്സലാണ് ഈ ബുള്ളറ്റിൻ്റെ കൂടി കാരണബോധൻ, അല്ലെങ്കിൽ ഈ ബുള്ളറ്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വം കൂടിയാണ് അഫ്സൽ. കൃഷ്ണ ചെറിയാനെ പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേർ കമൻറ്റുമായി ഇങ്ങനെ സജീവമായിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. നമ്മൾ ഇങ്ങനെ യാത്ര തുറന്നുകൊണ്ടേയിരിക്കുകയാണ്.